രക്ഷയുടെ പാതയിൽ. ഈശോ സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുങ്ങളെ, സുഖമല്ലേ എല്ലാവർക്കും? നല്ല മിടുക്കരായിട്ട് എന്ത് സന്തോഷത്തോടെയാണ് നിങ്ങളിരിക്കുന്നേ. നല്ല സൂപ്പറായിട്ടോ നിങ്ങളെ കാണാൻ. ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നേ? കഴിഞ്ഞ ആഴ്ച നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോയോട് കുറേ കൂടെ പ്രാർത്ഥിച്ച് നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക്. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും നല്ല മിടുക്കരായിട്ട് എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന ഈശോയെ, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യരാക്കി തീർത്തതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ച് അങ്ങയുടെ വിശുദ്ധരായ കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇനി ഇരുന്നു എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന് സിസ്റ്റർ പഠിപ്പിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? സിസ്റ്റർ ചെറിയ ചെറിയ ചോദ്യം ചോദിക്കും, നിങ്ങൾ ചാടി ചാടി ഉത്തരം പറയണേ. നിങ്ങളുടെ ടീച്ചർമാരൊക്കെ സിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ നല്ല കുട്ടികളാണ്, ടീച്ചർമാർ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ വേഗം ഉത്തരം പറയുന്നുണ്ടെന്ന്. സിസ്റ്റർ ചോദ്യം ചോദിക്കാം, കുഞ്ഞു ചോദ്യമാണ് ചോദിക്കുന്നേ, നിങ്ങൾ വേഗം ഉത്തരം പറയണേ. ഈശോ ആരോടാണ് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നത്? പിതാവിനോടാണല്ലേ. അടുത്തതായിട്ട് ഈശോ എവിടെയൊക്കെ പോയിരുന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്? ദേവാലയത്തിൽ, മലമുകളിൽ, വിജനപ്രദേശത്ത്. ഈശോ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചത്? അത്ഭുതങ്ങൾ ചെയ്യുന്നതിനു മുൻപ്, പൂങ്കാവനത്തിൽ, കുരിശിൽ കിടന്നുകൊണ്ട്. നല്ല മിടുക്കരാകട്ടോ എല്ലാവരും. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച പാഠഭാഗത്തിൽ വേഗം ഉത്തരം പറഞ്ഞു. നമ്മൾ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് സിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച? രോഗം വരുമ്പോൾ, നമുക്ക് വേദനയുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുമ്പോഴൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കണം എന്ന് സിസ്റ്റർ പറഞ്ഞു തന്നു അല്ലേ? അതുപോലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, യാത്ര പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നില്ലേ നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കും, നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും സ്വർഗസ്ഥനായ പിതാവും ഒക്കെ നിങ്ങൾ ചെല്ലാറില്ലേ? ബൈബിൾ വായിക്കാറില്ലേ? ആരുടെയൊക്കെ വീട്ടിലാണ് കുരിശ് വരച്ച് എന്നും പ്രാർത്ഥിക്കുന്നത്? ഒന്ന് കൈപൊക്കിക്കേ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്ന്. കുറേ പേര് കൈപൊക്കിയിട്ടുണ്ട്, ചുരുക്കം ചില പിള്ളേർ കൈപൊക്കിയിട്ടില്ലല്ലോ. എന്തു ചെയ്യണം? എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ പപ്പയോടും മമ്മിയോടും ഒക്കെ കൂടെ ഇരുന്ന് എന്നും വീട്ടിൽ കുരിശ് വരച്ച് ജപമാല ചൊല്ലി ബൈബിളൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി നിങ്ങൾ ആഘോഷമായിട്ട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ വീടും പരിസരവും നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ കുരിശ് വരച്ച് ജപമാല ചൊല്ലി ബൈബിൾ വായിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ബൈബിളിലെ ഒരു സംഭവം സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈശോ ഇങ്ങനെ വിജനപ്രദേശത്തും മലമുകളിലുമൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ശിഷ്യന്മാരെന്നും കാണുന്നുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുൻപെയൊക്കെ ഈശോ എപ്പോഴും ഇങ്ങനെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈ ശിഷ്യന്മാരെപ്പോഴും കാണുന്നുണ്ട്. ഈ ശിഷ്യന്മാർക്കാണെങ്കിൽ പ്രാർത്ഥിക്കാനോട്ട് അറിയത്തുമില്ല. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോയുടെ കൂടെ നടന്ന ഈ ശിഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. ഈ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങളെ കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമേ എന്ന്. നീ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാമല്ലോ, ഞങ്ങളെ കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാരെന്തു ചെയ്തു? ഈശോയോട് പറഞ്ഞു. ഈശോ അവരെ ഒരു നല്ല മനോഹരമായ പ്രാർത്ഥന പഠിപ്പിച്ചു.
ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈശോ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. മറ്റെല്ലാ പ്രാർത്ഥനകളും വിശുദ്ധരിലൂടെയൊക്കെ ഈശോ നമ്മെ പഠിപ്പിച്ചതാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈശോ നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. ആഹാ, എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഈ പ്രാർത്ഥന. നിങ്ങൾ വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒച്ചത്തിൽ ചൊല്ലാറില്ലേ ഈ പ്രാർത്ഥന? എന്നാലും കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല, കുറച്ച് പേരുടെ ഒന്നും കൈ പൊങ്ങിയിട്ടില്ല. സിസ്റ്റർ ഇന്ന് പഠിപ്പിച്ചു തരാം. പിന്നെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ പപ്പയോടും മമ്മിയോടൊക്കെ ചോദിച്ച് ഈ പ്രാർത്ഥന പഠിക്കണം. സിസ്റ്റർ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലിത്തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഇഷ്ടപ്പെട്ടോ ഈ പ്രാർത്ഥന? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി എപ്പോഴും പിതാവായ ദൈവത്തോടും ഈശോയോടുമെല്ലാം നിരന്തരമായി ബന്ധത്തിലായിരിക്കുവാൻ വേണ്ടി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണേത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ പ്രാർത്ഥനയുടെ പാട്ട് നമ്മുടെ കുർബാന പുസ്തകത്തിലുണ്ട്. നിങ്ങളിപ്പോൾ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ? അല്ലെങ്കിലും വീട്ടിലിരുന്നൊക്കെ ഓൺലൈൻ കുർബാനയൊക്കെ കൂടുന്നില്ലായിരുന്നോ? അതുകൊണ്ട് നമ്മൾ ഈ പാട്ട് നമ്മൾ പഠിക്കാൻ പോവാം. എന്തിനു വേണ്ടിയാ? ഈ പ്രാർത്ഥനയും പാട്ടും ഒക്കെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷമായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? നല്ല സ്വരമുയർത്തി ഈ പാട്ടും പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾ സ്വരമുയർത്തി പ്രാർത്ഥിക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുർബാന പുസ്തകത്തിലെ ചില പാട്ടുകളൊക്കെ സിസ്റ്റർ പഠിപ്പിച്ചില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞു നിങ്ങൾ പള്ളിയിലൊക്കെ വരുമ്പോൾ നല്ല സ്വരമുയർത്തി ആ പാട്ടൊക്കെ പാടുന്നതെന്ന്. അതുപോലെ ഈ പാട്ടും പ്രാർത്ഥനയും ഒക്കെ നല്ല സ്വരമുയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണേ. നമുക്ക് പഠിക്കാം ഈ പാട്ട്. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഇതിൻ്റെ ബാക്കിയുണ്ട്. വലിയ പാട്ടാണ്. നിങ്ങളുടെ കുർബാന പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് മമ്മിയുടെയും പപ്പയുടെയും ഒക്കെ കയ്യിൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് കുർബാന പുസ്തകം ഉണ്ടായിരിക്കുകയില്ല അല്ലേ? പക്ഷേ നിങ്ങളുടെ ചേട്ടായിമാർക്കും ചേച്ചിമാർക്കൊക്കെ ഉണ്ടാകില്ലേ? അവരുടെ കുർബാന പുസ്തകം എടുത്ത് മമ്മിയുടെ ഒക്കെ കയ്യിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ മമ്മിയും പപ്പയൊക്കെ ഈ പാട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. നമുക്ക് ഒരിക്കൽ കൂടി പാടാം. നിങ്ങൾ കേട്ടിരിക്കണേ. നമുക്ക് ഇന്നീ 4 ലൈൻ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ പഠിപ്പിച്ചു തരും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഇഷ്ടപ്പെട്ടില്ലേ പാട്ട്? ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ 14-ാം പാഠത്തിൽ പഠിച്ചതെന്നാണ് നമ്മളൊന്ന് വേഗം ഓർമ്മിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പഠിച്ചത്? ഈശോ പിതാവിനോട് നിരന്തരം പ്രാർത്ഥനയിലൂടെ ബന്ധം പുലർത്തിയിരുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുൻപും പൂങ്കാവനത്തിലും കുരിശിൽ കിടന്നുകൊണ്ടുമൊക്കെ ഈശോ പ്രാർത്ഥിച്ചു. വിജനപ്രദേശത്തും മലമുകളിലും ദേവാലയത്തിലുമൊക്കെ പോയിരുന്ന് ഈശോ പ്രാർത്ഥിച്ചു. ഈശോ പ്രാർത്ഥിച്ചിരുന്നത് നമുക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നുള്ള, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള മാതൃക കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. ദൈവത്തോടുള്ള, ഈശോയോടുള്ള, പിതാവിനോടുള്ള നിരന്തരമായ ബന്ധമാണ് എന്ത്? പ്രാർത്ഥന.
നമ്മളും ഇതുപോലെ ഈശോയോട് നിരന്തരമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലൂടെ ഈശോയോട് ചേർന്നിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത്. ഇനി നമുക്കൊരു ചെറിയൊരു ഹോംവർക്ക് ചെയ്യാം. നമ്മൾ 4-ാമത്തെ പാഠത്തിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? രാവിലെ ഉണരുമ്പോൾ, സന്ധ്യയ്ക്ക് കിടക്കാൻ പോകുമ്പോൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് നമ്മൾ ഹോംവർക്ക് ചെയ്യാൻ പോകുന്നത്. എപ്പോഴൊക്കെയാ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥന കുരിശു വരച്ചും ജപമാല ചൊല്ലിയും ബൈബിൾ വായിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കിടക്കാൻ പോകുന്നതിന് മുൻപേ പ്രാർത്ഥിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ, ഭക്ഷണം കഴിച്ചതിന് ശേഷം, പിന്നെ ഇടയ്ക്ക് എപ്പോഴൊക്കെ നമുക്ക് ഈശോയെ ഓർക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഈശോയുമായിട്ടൊരു നിരന്തരമായ ബന്ധത്തിൽ. മിന്നുക്കുട്ടി പ്രാർത്ഥിച്ച അനുഗ്രഹം മേടിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മിന്നുക്കുട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മിന്നുക്കുട്ടീൻ്റെ വീട്ടിലേക്ക് എന്തോരം അനുഗ്രഹങ്ങളല്ലേ ഈശോ കൊടുത്തത്. ഇതുപോലെ നമ്മളും നിരന്തരം പ്രാർത്ഥനയിലൂടെ ഈശോയോട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും ഒക്കെ ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകും. അപ്പോൾ ഈ ഹോംവർക്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ഓരോ കളത്തിലും നമ്മൾ എഴുതി വയ്ക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ന് മാത്രമേ അതിലുള്ളൂ. ബാക്കി കളങ്ങളൊക്കെ നിങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി 6 കളം പോരാത്തവർക്ക് അതിൻ്റെ മേലെ എഴുതാനുള്ള അനുവാദവും കൂടെ സിസ്റ്റർ തന്നേക്കുക കേട്ടോ. അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾ എഴുതി വയ്ക്കണം. അടുത്തതായിട്ടുള്ള ഹോംവർക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങളുടെ വീടുകളിൽ സിസ്റ്റർ വരും. ഇനി കുറേ ദിവസം അവധിയൊക്കെ ഉണ്ടല്ലോ, അപ്പോഴൊക്കെ സിസ്റ്റർ നിങ്ങളുടെ വീടുകളിൽ വരും, നിങ്ങളുടെ ടീച്ചേഴ്സ് വരും. നിങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കേൾപ്പിക്കണം. അതുകൂടാതെ നമ്മൾ ആദ്യം പഠിച്ചൊരു പാട്ടില്ലേ, ആ പാട്ട് പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ പപ്പയെയും മമ്മിയെയും ഒക്കെ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹോംവർക്കുകളാണ് സിസ്റ്റർ തരുന്നത്. ഇനി നമുക്ക് കുരിശു വരച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കുരിശു വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എഴുന്നേറ്റ് നിന്നേ. കണ്ണുകളടച്ച് നമുക്ക് കുരിശു വരച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരിക്കൽ കൂടെ കൈകൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ അറിയാവുന്ന എല്ലാ കുട്ടികളും നല്ല സ്വരമുയർത്തി സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. അറിയില്ലാത്ത കുട്ടികൾ കേട്ടു പഠിക്കണം കേട്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.